എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ കുടുംബങ്ങളും പ്രൈസ് ജനറേഷൻ കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളാണ്. നിങ്ങൾ ഈ മിനിസ്ട്രിയോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും കൈത്താങ്ങലിനും ആയിട്ട് നന്ദി. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പലതും ഞങ്ങൾക്ക് ലഭിക്കുന്നു. പ്രാർത്ഥന വിഷയങ്ങൾ ലഭിക്കുന്നതിന് കഴിയുന്നതും ഒരു ഓഡിയോ പ്രാർത്ഥന അപ്പോൾ തന്നെ അയക്കാൻ എനിക്ക് ലഭിക്കുന്നതിന് അയക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥന അയക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ താഴെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി വിടാൻ കഴിയും. 6, 7, 10 മിനിറ്റൊക്കെ ഒരു ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ശ്രദ്ധിക്കാൻ കഴിയില്ല. 1 മിനിറ്റിൽ താഴെ, അങ്ങനെയെങ്കിൽ 1 മിനിറ്റിൽ താഴെ ഒരു പ്രാർത്ഥനയും ഒരു മറുപടിയൊക്കെ നിങ്ങൾക്കും അയക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ മിനിസ്ട്രിയുടെ വിശേഷമായ നടത്തിപ്പിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സാമ്പത്തിക കൂട്ടായ്മയും ഞങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ, പലരും അത് ചെയ്യുന്നുണ്ട്. നന്ദി. എല്ലാവരും നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ഒരു കൂട്ടായ്മ കാണിച്ചാൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടി വിശാലമായി വിപുലമായി ഈ പ്രാർത്ഥനകളെ കൊണ്ടുപോകാൻ കഴിയും. ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1, 2 വാക്യങ്ങളിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവവചനം ഒരു പൂമൊട്ട് പോലെയാണ്. അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ വിരിഞ്ഞു വരും. അത് വായിക്കുന്തോറും പുതിയ ദൂതുകൾ അതിൽ നിന്ന് തുറന്നു വരും. അതുകൊണ്ട് റോമാലേഖനം ഏത് രീതിയിലൊക്കെയാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ വചനമായതുകൊണ്ട് പരിശുദ്ധാത്മാവ് അതിലൂടെ നമുക്ക് വേണ്ട അരുളപ്പാടുകൾ നൽകിത്തരും. 1-ാം വാക്യം മുതൽ, ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഈ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ട എന്ന കാര്യമാണ്. മാറ്റമില്ലാത്ത സുവിശേഷത്തിന് വേണ്ടി എപ്പോഴാണ് വേർതിരിച്ചത്? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിച്ചു, വിളിച്ചു. അപ്പോൾ ദൈവം നമ്മെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല വേർതിരിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന നല്ല നീതിപ്രവർത്തികൾ കൊണ്ടല്ല. നമ്മുടെ നീതിപ്രവർത്തികൾ കറ പുരണ്ട തുണി പോലെയാണെന്ന്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ലെന്ന്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയെന്ന്. അങ്ങനെയാണെങ്കിൽ ആരുടെ നല്ല പ്രവർത്തികൾ കൊണ്ട് നമുക്ക് ദൈവവിളിയിലേക്ക് വരാൻ കഴിയും? ആർക്കുമില്ല. ദൈവവിളിയിലേക്ക് വന്നവർ കുറേ നല്ല പ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനും നോക്കുന്നുണ്ട്. നല്ല പ്രവർത്തികൾ വേണം. വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. എന്നാൽ പാരമ്പര്യ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് ദൈവരാജ്യം പണിയാൻ കഴിയില്ല. പാരമ്പര്യ പ്രവർത്തികൾ, കുറേ പാരമ്പര്യം അനുഷ്ഠിക്കുന്ന സമൂഹങ്ങളായി ക്രിസ്തീയ മാർഗങ്ങൾ മാറരുത്. അതുകൊണ്ട് പ്രയോജനമില്ല. വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കണം. ഓരോരുത്തരും വിളിച്ചതുപോലെ ആയിരിക്കണം. നിങ്ങൾക്ക് ദൈവം വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെക്കാൻ തന്ന ആ രീതിയല്ല മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. ഒരാൾക്ക് വസ്ത്രത്തിൽ ചില പ്രത്യേകമായ നിയോഗങ്ങളും ദർശനങ്ങളും ഉണ്ടായി. നിങ്ങൾക്കുണ്ടായ ദർശനത്തിൽ നിങ്ങൾ കണ്ട വസ്ത്രധാരണമല്ല ഇനി മറ്റൊരാൾക്ക് ഉള്ളത്. ആൾക്ക് ദൈവം വേറൊരു ദർശനമാണ് കൊടുത്തത്. എന്നാൽ എല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ചിലപ്പോൾ ചെരുപ്പിടണ്ട എന്ന ഒരു തീരുമാനത്തിലായിരിക്കും. എം പൗലോസ് എന്ന പാസ്റ്റർ, രാമേശ്വരത്തുള്ള ആ ശ്രേഷ്ഠനായ ദേവദാസൻ ചെരുപ്പിട്ടില്ല. ലോകരാജ്യം മുഴുവനും ചെരുപ്പിടാണ്ട് യാത്ര ചെയ്തു. എന്നാൽ രാമേശ്വരത്തുള്ള ജനങ്ങൾക്ക് ഒരു കണ്ടെയ്നർ നിറച്ച് ചെരുപ്പ് കൊണ്ടുവന്ന് കൊടുത്തു. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തു. കണ്ടെയ്നറിൽ കൊണ്ടുവന്ന ക്രോക്സ് ചെരുപ്പ് രാമേശ്വരത്തുള്ള മുഴുവൻ ജനത്തിനും കൊടുത്തു. എന്നിട്ട് ചെരുപ്പിട്ടില്ല.
എന്ന് കരുതി പാസ്റ്റർ എം പൗലോസിൻ്റെ ഉപദേശമാണ് ആരും ചെരുപ്പിടരുത് ദൈവവേലക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ചെരുപ്പ് ധരിച്ചില്ല, അതൊരു ഉപദേശമാക്കിയില്ല. അത് ഓരോരുത്തരുടെ വിളിക്കകത്തുള്ളതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ തീരുമാനങ്ങളും വ്യത്യസ്തമായ ആദർശങ്ങളും ഉണ്ടാകും. അതൊരു ഉപദേശമാക്കി മാറ്റരുത്. നിങ്ങൾ ചെരുപ്പിടുന്നില്ല എന്ന കാരണത്താൽ ചെരുപ്പിടുന്നവരെ അവഗണിക്കരുത്. അവർ ചെരുപ്പിടട്ടെ. ചെരുപ്പിടുന്നവർ ചെരുപ്പിടാത്തവരെ കുറിച്ചും പരിഹാസമായി പറയരുത്. സ്വർണം, വെള്ളവസ്ത്രം ഇതൊന്നും നമ്മളൊരു ഉപദേശമായി കൊണ്ടുപോകാതെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണെങ്കിൽ അതിൽ നിൽക്കണം. നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ദൈവം നിങ്ങൾക്ക് തന്നതാണ്, അതിൽ ആദർശപൂർവ്വം നിൽക്കണം. എന്നാൽ ഒരിക്കലും അത് മറ്റൊരാൾക്ക് ഉപദേശമായി കൊടുക്കരുത്. അവർക്ക് വേറെ വെളിപ്പാട് ദൈവം കൊടുക്കും. വെളിപ്പാടുകളും ദർശനങ്ങളും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ്. ഒരു പക്ഷേ നിങ്ങളെക്കാൾ അതികഠിനമായ ഒരു തീരുമാനമായിരിക്കും അവർക്ക് ദൈവം വെച്ചിരിക്കുന്നത്. ഓരോ വ്യക്തികളും വിളിച്ചതുപോലെ ആയിരിക്കട്ടെ എന്ന് ബൈബിൾ പറയുന്നു. ഓരോ വ്യക്തികൾക്കും വിളി വേറെയാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ടാണ്. ചിലപ്പോൾ ചിലർ വിവാഹം കഴിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്യാനായിരിക്കും. അതിന് ഏറ്റവും നല്ല കാര്യം. അവരെ ദൈവം അതിനു വേണ്ടി വിളിച്ചു. ചിലർ വിവാഹം കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ വിവാഹം കഴിക്കാത്തവർ വിവാഹം കഴിക്കുന്നവരെ പരിഹസിക്കരുത്, കഴിക്കുന്നവർ വിവാഹം കഴിക്കാത്തവരെ പരിഹസിക്കരുത്. ഓരോരുത്തരുടെയും വിളിയും തെരഞ്ഞെടുപ്പും അതിശ്രേഷ്ഠമാണ്. എല്ലാ വിളിയെയും അംഗീകരിക്കാനും ബഹുമാനിക്കാനും കഴിഞ്ഞാൽ ദൈവസഭകളുടെ ഇടയിലുള്ള ഭിന്നതകൾ മാറിപ്പോകും. തമിഴ്നാട്ടിൽ ചെന്നാൽ തലയിൽ പൂ വെച്ചുകൊണ്ട് പല തമിഴ് ചർച്ചുകളിൽ ആൾക്കാർ വരും. ഉടനെ പൂ വെച്ചത് പാപമാണ്. അവർക്കതൊരു പാപമല്ല. എന്നാൽ നിങ്ങൾ അത് പൂ വെച്ചാൽ അത് പാപമായിരിക്കും. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ അതൊരു തെറ്റായ നടപടിയാണ്. അവരുടെ സംസ്കാരത്തിനും അവരുടെ നാട്ടിലും അത് തെറ്റല്ല. മലയാളികൾ മാത്രം വെച്ചിരിക്കുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. അത് കേരളം വിട്ട മറ്റൊരു സ്ഥലത്തും ഇല്ല. ഉടനെ മലയാളികൾ പറയും മലയാളികൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ. അങ്ങനെ ഒരു സ്വർഗം ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ മലയാളികൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും. അപ്പോൾ ദൈവവചനത്തിന് നിരക്കാത്ത ഉപദേശങ്ങൾ കൊണ്ട് ദൈവസഭകൾ നിറഞ്ഞതുകൊണ്ട് മാന്യമായ ആൾക്കാർക്ക് സഭയിലോട്ട് വന്നു കയറാൻ കഴിയാതെ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ അടച്ചു കളയുകയാണ് പലരും. നിങ്ങളെ എങ്ങനെ വിളിച്ചുവോ അതുപോലെയാകട്ടെ. അതിനെ ഒരു ഉപദേശമാക്കരുത്. അങ്ങനെ തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധം പിടിക്കരുത്. പൗലോസ് അവനെ വേർതിരിച്ചു വിളിച്ചു. അപ്പോൾ വിളിക്കകത്ത് ഒരു പാക്കേജാണ്. പൗലോസ് എന്നിട്ട് എടുത്തു പറഞ്ഞു, കഴിയുന്നത് എന്നെ പോലെ നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നാൽ നന്നു എന്ന് പറഞ്ഞു. അതൊരു നിയമമായിട്ട് പറഞ്ഞില്ല. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. കഴിയുമെങ്കിൽ ചെരുപ്പിടാതിരുന്നാൽ നല്ലത്, കഴിയുമെങ്കിൽ ഓർണമെന്റ്സ് ഊരുന്നത് നല്ലത്. ഇതൊരു നിയമമാക്കി അങ്ങനെ ചെയ്യുന്നവർക്ക് കർത്തൃമേശ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് സുവിശേഷത്തിൻ്റെ വാതിലടക്കരുത്. നിങ്ങളുടെ വിളി എന്താണോ, നിങ്ങളുടെ നിയോഗം എന്താണോ അതിനകത്ത് നിൽക്കുക. എന്തിനു വിളിച്ചു? വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ DGS ദിനകരൻ എന്ന ദൈവദാസൻ SBI ബാങ്കിൽ ജോലിക്ക് വേണ്ടി 3 വർഷം ആലപ്പുഴയിൽ താമസിച്ചു. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ള, അദ്ദേഹം പോയിരുന്ന സഭയിലെ പ്രായമുള്ള ഒരു അങ്കിൾ, അന്ന് ഞാൻ അദ്ദേഹത്തെ ഒരു 20 കൊല്ലം മുമ്പ് കാണുമ്പോൾ അദ്ദേഹത്തിന് 80ഓളം വയസ്സുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. DGS ദിനകരൻ ഞങ്ങളുടെ ചർച്ചിലായിരിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്
ഞങ്ങളുടെ സഭ അദ്ദേഹത്തിന് കർത്തൃമേശ കൊടുക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു. പിന്നെയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച് വളരാൻ കാരണം DGS ദിനകരനാണ്. DGS ദിനകരൻ ബാങ്കിലെ ജോലി കഴിഞ്ഞ് ഓരോ കവലകളിൽ പോയി നിന്ന് പ്രസംഗിച്ച് ജനങ്ങൾ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവരെ എല്ലാം ഈ സഭയിൽ കൊണ്ടുവരും. അങ്ങനെ സഭയിൽ ജനങ്ങൾ കൂട്ടമായി സ്നാനപ്പെട്ടു വന്ന എല്ലാവർക്കും അവർ കർത്തൃമേശ കൊടുത്തു. കൊണ്ടുവന്ന DGS ദിനകരന് മാത്രം കർത്തൃമേശ കൊടുത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു. ഞാനത് കേട്ട് ഒത്തിരി കരഞ്ഞു. ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചു, കേരളത്തിൽ ആലപ്പുഴ ജില്ലയോട് അങ്ങ് കരുണ കാണിക്കണം. DGS ദിനകരൻ എന്ന ഇന്ത്യയുടെ അപ്പോസ്തലനായ ആ ദൈവദാസനോട് ചെയ്ത, ആലപ്പുഴ സഭ ചെയ്ത തെറ്റിനെ ഏറ്റുപറഞ്ഞു. നെഹമ്യാവിനെ പോലെ. എത്ര വലിയൊരു ദ്രോഹമാണ് നമ്മൾ അദ്ദേഹത്തോട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ഞാൻ അതിനു വേണ്ടി ക്ഷമ ചോദിക്കും. ഇങ്ങനെയുള്ള ആചാരങ്ങളും ചടങ്ങുകളും ഒത്തിരി ദൈവദാസന്മാരെ കരയിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി വിശുദ്ധന്മാരെ തകർത്തിട്ടുണ്ട്. അവരുടെ എല്ലാ ശാപം നമുക്ക് വരാതിരിക്കട്ടെ. എത്രയോ കുടുംബങ്ങൾ സഭയിലേക്ക് വരേണ്ടതാണ്. വി എ തമ്പിച്ചാനും മറിയാമ്മ തമ്പിയും അവരെല്ലാം വിശാല ഹൃദയമുള്ളവരായിരുന്നു. അവരെല്ലാം എത്രയോ രാജ്യങ്ങളിലുള്ളവരെ സ്നാനപ്പെടുത്തിയവരാണ്. അപ്പോഴെല്ലാം ആ രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളിൽ ജീവിക്കുന്നവരെ അവരുടെ സംസ്കാരം മാറ്റിയിട്ടല്ല അവരെ എല്ലാം സ്നാനപ്പെടുത്തിയത്. അവർ മാത്രമല്ല, ഇവിടുന്ന് പോയിട്ടുള്ള എല്ലാ മിഷണറിമാരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്നാൽ കൊച്ചു കേരളത്തിൽ മാത്രം വ്യത്യസ്തമായൊരു വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ആർക്കൊക്കെയോ ഏതെല്ലാമോ ചോദ്യത്തിന് മറുപടിയുണ്ട്. നിങ്ങൾക്ക് എന്താണോ, നിങ്ങളെ എങ്ങനെ വിളിച്ചുവോ അത് നിങ്ങളുടെ ഹൃദയത്തിൽ അറിയാം. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കണമെന്നുള്ളത് നിങ്ങളുടെ വിളിയുടെ ഭാഗമായിരിക്കും. ചിലപ്പോൾ മാസത്തിൽ 7 ദിവസം ഉപവസിക്കണമെന്നായിരിക്കും. ഇതൊന്നും ഉപദേശമാക്കല്ലേ. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. അത് വ്യത്യസ്തമായ വിളികളാണ്. ഓരോരുത്തരും കൃപ ലഭിച്ചതുപോലെ എന്നാണ് പറയുന്നത്. ഇന്ന് ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവവചനവും ദൈവവിളിയും നിങ്ങൾ മുറുകെ പിടിക്കുക. അതിനുള്ള കൃപ ദൈവം തരും. ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ നിങ്ങൾക്കുണ്ടാകും. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വിളിയിൽ നിന്നുകൊണ്ട് ശക്തമായി വളരാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. സമൂഹം ഉണ്ടാക്കിയിരിക്കുന്ന ചില ആചാരങ്ങളിൽ പോയി കുടുങ്ങാൻ ഞങ്ങൾക്കൊരിക്കലിടയാകും. ഒരു ദൈവസഭയും വെച്ചിരിക്കുന്ന പാരമ്പര്യത്തിൽ പോയി ഞങ്ങൾ ചാടരുത്. ശരിയായത്, നല്ലതും തീയതും തിരിച്ചറിയാനുള്ള, തിന്മ തള്ളി നന്മ സ്വീകരിക്കാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതുണ്ടാകട്ടെ. മറ്റുള്ളവരെ തടയുന്ന, മറ്റുള്ളവരെ വിമർശിക്കുന്ന ഒരാചാരവും ഞങ്ങളിൽ ഒരിക്കലും ഉണ്ടാകരുത്. മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാക്കുന്നതും ഞങ്ങളിൽ ഉണ്ടാകരുത്. ദൈവവചനത്തിൽ ആ വിളിക്കകത്ത് നിൽക്കുവാൻ, വേർപെട്ട് നിൽക്കുവാൻ, അപ്പോൾ തന്നെ എല്ലാവരുടെയും വിളിയെ ബഹുമാനപൂർവ്വം അംഗീകരിക്കാനും ഞങ്ങൾക്കൊരു കൃപ തരണേ. യേശുവിൻ നാമത്തിൽ ആമേൻ. കുറച്ചുകൂടി ദൈവവചനം പഠിക്കാനും മനസ്സിലാക്കാനും വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. നമ്മൾ പുതുതായി വരുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഈ ദൈവവചനം പറയുന്നത്. ദൈവസഭകളിൽ ഏതൊക്കെയോ ആചാരങ്ങൾ കുടുങ്ങിപ്പോയവരുണ്ടാകും. നിങ്ങൾ ഈ സത്യങ്ങൾ ചിന്തിച്ച് ഈ സത്യങ്ങളിലേക്ക് വളരുക. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന രാവിലെ 10:00 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് കഴിയുന്നത്രയും പേർ വരിക.
നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലെസ് യു. Sure.